ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ക്ലാസ് 6 ഇംഗ്ലീഷിൻ്റെ പോർവിയിലെ യോഗ എ വേ ഓഫ് ലൈഫ് എന്ന് പറയുന്ന ലെസണാണ്. ഇതിനകത്ത് നമ്മൾ യോഗയെക്കുറിച്ചാണ് പഠിക്കുന്നത് കേട്ടോ. നമ്മൾ ലെസണിലേക്ക് പോകുന്നതിന് മുമ്പ് എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം. ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. നമുക്ക് ലെസണിലേക്ക് പോകാം. ലെറ്റ് us ഡു ദീസ് ആക്ടിവിറ്റീസ് ബിഫോർ we read. നമ്മൾ ലെസൺ വായിക്കുന്നതിന് മുമ്പ് ഈ ആക്ടിവിറ്റീസ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. വാട്ട് ഡു യു നോ എബൌട്ട് യോഗ? യോഗയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം? ഡിസ്കസ് ഇൻ പെയർസ് ആൻഡ് ഷെയർ വിത്ത് ദ ഹോൾ ക്ലാസ്. ഇത് മൊത്തം ക്ലാസ്സുമായിട്ട് ഡിസ്കസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് യോഗ എന്നാണ് പറയുന്നത്. യോഗ ഈസ് ആൻ ഏൻഷ്യൻ്റ് ആൻഡ് ഹോളിസ്റ്റിക് പ്രാക്ടീസ്. യോഗ എന്ന് പറയുന്നത് വളരെ പുരാതനമായിട്ടുള്ള ഒരു സമഗ്രമായ പരിശീലനമാണ്. റൂട്ടഡ് ഇൻ ഇന്ത്യൻ ഫിലോസഫി. ഇത് ഇന്ത്യൻ ഫിലോസഫിയിലുള്ള ഇന്ത്യൻ ചിന്തയിലുള്ളതാണ്. മഹാഋഷി പതഞ്ജലി റൈലി കോട്ട് ദ ഫാദർ ഓഫ് യോഗ. യോഗയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഋഷിയായിട്ടുള്ള പതഞ്ജലിയാണ്. ഹി കമ്പൈൽഡ് ആൻഡ് റിഫൈൻഡ് വേരിയസ് ആസ്പെക്ട്സ് ഓഫ് യോഗ സിസ്റ്റമാറ്റിക്കലി ഇൻ യോഗ സൂത്രാസ്. യോഗസൂത്ര എന്ന് പറയുന്ന ബുക്കിൽ അദ്ദേഹം ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറഞ്ഞിട്ടുണ്ട്. ബിഗാൻ ആസ് എ സ്പിരിച്വൽ പ്രാക്ടീസ് ബട്ട് ഹാസ് ബിക്കം പോപ്പുലർ ആസ് എ വേ ഓഫ് പ്രൊമോട്ടിംഗ് ഫിസിക്കൽ ആൻഡ് മെൻ്റൽ വെൽബീയിങ്. ഇത് ആദ്യം ഒരു സ്പിരിച്വൽ പ്രാക്ടീസ്, അതായത് നമ്മുടെ എന്താ പറയുന്നത്, ഒരു ആത്മീയമായ ദൈവത്തിനോട് ചേർന്നുള്ള ഒരു ആത്മീയമായിട്ടുള്ള ഒരു പ്രാക്ടീസായിട്ടാണെങ്കിൽ ഇപ്പം അങ്ങനെയല്ല. അത് നമ്മുടെ മെൻ്റൽ ആൻഡ് ഫിസിക്കൽ ഹെൽത്തിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇറ്റ് ഇൻ്റഗ്രേറ്റ്സ് ഫിസിക്കൽ പോസ്ചേഴ്സ്, അതായത് ആസനാസ് ആൻഡ് ബ്രെത്ത് കൺട്രോൾ, പ്രാണായാമ, റിലാക്സേഷൻ, ഇതൊക്കെ ചേർത്താണ് നമുക്ക് ഇപ്പം യോഗ പ്രാക്ടീസ് ചെയ്യുന്നതെല്ലാവരും. വാട്ട് ഈസ് 21 ജൂൺ നോൺ ഫോർ? വാട്ട് ഡു വി ഡു ഓൺ ദിസ് ഡേ? 21 ജൂണിൻ്റെ പ്രത്യേകത എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. 21 ജൂണിന് ഇൻ്റർനാഷണൽ ഡേ ഓഫ് യോഗ ആണ്. ഇറ്റ് വാസ് ഡിക്ലെയർഡ് സച്ചസ് ബൈ യുണൈറ്റഡ് നേഷൻ. UN ആണ് 2014 ഇതിന് എന്താ പറയുന്നത്, ഇൻ്റർനാഷണൽ ഡേ ആയിട്ട് ജൂൺ 21 ഇൻ്റർനാഷണൽ യോഗ ഡേ ആയിട്ട് പ്രഖ്യാപിച്ചത്. അപ്പോൾ ഇതിൻ്റെ എന്തുകൊണ്ടാണ് അത് അങ്ങനെ ഒരു ദിവസം തന്നെ ഉണ്ടായത്? ബിക്കോസ് ദ ബെനിഫിറ്റ് ഓഫ് പ്രാക്ടീസിങ് യോഗ ആൻഡ് ടു പ്രൊമോട്ട് ഗ്ലോബൽ ഹെൽത്ത്, ഹാർമണി ആൻഡ് പീസ്. നമ്മുടെ ഗ്ലോബൽ ഹെൽത്ത്, നമ്മുടെ ലോകത്തിലുള്ള എല്ലാ ആൾക്കാർക്കും ആരോഗ്യത്തോടെ ജീവിക്കണം, സമാധാനത്തോടെ ജീവിക്കണം എന്ന നിലയിലാണ് ഈ യോഗ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്തത്. ഓൺ ദിസ് ഡേ people around the world practice in yoga sessions, workshops and even in the celebrate the practice of yoga and impact on physical, mental and spiritual well-being. ഇങ്ങനെ ഈ ലോകം മുഴുവനുള്ള ആൾക്കാർ ഇപ്പോൾ യോഗ ചെയ്യാറുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ മെൻ്റല്, ഫിസിക്കല്, പിന്നെ സ്പിരിച്വലായിട്ടുള്ള നന്മയ്ക്ക് വേണ്ടിയിട്ട് കേട്ടോ. അടുത്തതിൽ ലിസ്റ്റ് സം വേർഡ്സ് യു നോ റിലേറ്റഡ് ടു യോഗ. യോഗയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് വേർഡ്സ്, 7 വേർഡ്സ് പറഞ്ഞിട്ടുണ്ട്. ആസന, പ്രാണായാമ, മെഡിറ്റേഷൻ, മൈൻഡ്ഫുൾനെസ്, നമസ്തേ, ഓം, ചക്ര, ഒരുപാടുണ്ട്. പക്ഷേ വളരെ കുറച്ച് ഇപ്പോൾ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഇനി ലെസണിലേക്ക് പോകാം. യോഗ ഈസ് ഫിസിക്കൽ, മെൻ്റൽ ആൻഡ് സ്പിരിച്വൽ പ്രാക്ടീസ് ദാറ്റ് ഒറിജിനേറ്റഡ് ഇൻ ഏൻഷ്യൻ ഇന്ത്യ. പുരാതന ഇന്ത്യയിൽ ഉത്ഭവിച്ചത് പുരാതന ഇന്ത്യയിൽ ഉത്ഭവിച്ച ഫിസിക്കൽ, മെൻ്റൽ ആൻഡ് സ്പിരിച്വൽ പ്രാക്ടീസാണ് യോഗ എന്ന് പറയുന്നത്. നമ്മുടെ ശാരീരികമായും മാനസികമായും ആത്മീയമായുമുള്ള പ്രാക്ടീസ്. ദ വേർഡ് യോഗ കംസ് ഇൻ ദ സാൻസ്ക്രിറ്റ് യൂജ് വിച്ച് മീൻസ് ടു ജോയിൻ ഓർ യുണൈറ്റ്, ഒരുമിച്ച് ചേർക്കുക എന്നർത്ഥമുള്ള സംസ്കൃത വാക്കായ യുജിൽ നിന്നാണ് യോഗ എന്ന വാക്ക് വന്നത്. ദ സിംബിളൈസസ് ദ യൂണിറ്റി ഓഫ് മൈൻഡ് ഓഫ് ആൻഡ് ബോഡി ആൻഡ് തോട്ട് ആൻഡ് ആക്ഷൻ. നമ്മുടെ ശരീരവും മനസ്സും തമ്മിലുള്ള യൂണിറ്റിയും, പിന്നെ അതുപോലെ ചിന്തയും പ്രവൃത്തിയും തമ്മിലുള്ള യൂണിറ്റിയും, ഇതിനെക്കുറിച്ചാണ് യോഗ കൂടുതൽ നമുക്ക് പറഞ്ഞു തരുന്നത്. ഹാർമണി ബിറ്റ്വീൻ ഹ്യൂമൻ ആൻഡ് നേച്ചർ, അതുപോലെ നമ്മുടെ ഹ്യൂമൻ ബീയിങ്സും പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ഒരു ബാലൻസിനെ കുറിച്ചുമാണ് ഈ യോഗ പറയുന്നത്. ഇറ്റ് ഈസ് എ ഹോളിസ്റ്റിക് അപ്രോച്ച് ടു ഹെൽത്ത് ആൻഡ് വെൽബീയിങ്. അതായത് ഹോളിസ്റ്റിക് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ സമഗ്രമായ, അതായത് നമ്മുടെ ആരോഗ്യത്തിനെ കുറിച്ചുള്ള, അല്ലെ ആരോഗ്യത്തിൻ്റെ സമഗ്രമായ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചുള്ള ഒരു വെൽബീയിങ് എന്ന നിലയിലാണ് യോഗ പറയുന്നത്. Sage Patanjali presented the ancient tradition of yoga in a systematic way in Yoga Sutras of Patanjali. അതായത് യോഗ സൂത്രാസ് ഓഫ് പതഞ്ജലി എന്ന് പറയുന്ന ബുക്കിൽ അദ്ദേഹം ഇതിനെക്കുറിച്ചെല്ലാം എഴുതിയിട്ടുണ്ട്. ഹി ഡിസ്ക്രൈബ്ഡ് യോഗ ആസ് ദ മീൻസ് ടു മേക്ക് മൈൻഡ് ക്വയറ്റ് ആൻഡ് ഫ്രീ ഫ്രം ഡിസ്ട്രാക്ഷൻസ്.
എല്ലാ ഡിസ്റ്റർബൻസുകളെയും എല്ലാ ശല്യങ്ങളിൽ നിന്നും നമ്മളെ ഫ്രീ ആയിട്ട് മാറ്റുന്ന മൈൻഡിനെ ക്വയറ്റാക്കുന്ന ഒന്നായിട്ടാണ് യോഗ പറയുന്നത്. യോഗ ഹാസ് ബിക്കം ഇൻക്രീസിംഗ്ലി പോപ്പുലർ അറൗണ്ട് ദ വേൾഡ് ഡ്യൂ ടു ഇറ്റ്സ് മെനി ഹെൽത്ത് ബെനഫിറ്റ്. വളരെയധികം ആരോഗ്യപരമായ ഗുണങ്ങളുള്ളതുകൊണ്ട് യോഗയ്ക്ക് വളരെയധികം പോപ്പുലാരിറ്റി ലോകം മുഴുവൻ ഇപ്പോൾ കിട്ടുന്നുണ്ട്. ഹിയർ ആർ സം ഓഫ് ദ ബെനിഫിറ്റ്സ് ഓഫ് യോഗ. യോഗയുടെ ചില ഗുണങ്ങളാണ് നമ്മൾ പറയുന്നത്. യോഗ പോസ്റ്റേഴ്സ്, ദാറ്റ് ഈസ് ആസനാസ്, ഹെൽപ്പ് ടു സ്ട്രെച്ച് ആൻഡ് സ്ട്രെങ്തൻ ദ മസിൽസ്, ഇൻക്രീസ് ഫ്ലെക്സിബിലിറ്റി, എൻഡ്യൂറൻസ് ആൻഡ് ബാലൻസ്. ഇനി നമ്മൾ ഈ ആസനാസ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഗുണങ്ങളാണ്. നമ്മുടെ ശരീരം നല്ലപോലെ സ്ട്രെങ്തൻ ആവും, മസിൽസൊക്കെ നല്ല വലിയും, പിന്നെ നല്ല ഫ്ലെക്സിബിലിറ്റി, നമ്മുടെ ശരീരത്തിന് എന്താ പറയുന്നത്, ഫ്ലെക്സിബിലിറ്റി കൂടും, അയവുണ്ടാവും. പിന്നെ അതുപോലെ നമ്മൾ കപ്പാസിറ്റി ടു കണ്ടിന്യൂ വിത്തൗട്ട് ഗിവിങ് അപ്പ്, എൻഡ്യൂറൻസ് ആൻഡ് ബാലൻസ്. നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെങ്കിൽ നമുക്ക് അത് കുറേ സമയത്തേക്ക് ചെയ്യാനും നമ്മുടെ ശരീരം ബാലൻസ് ചെയ്യാനും കഴിയും. ദിസ് ക്യാൻ ഇംപ്രൂവ് ഓവറോൾ ഫിസിക്കൽ ഫിറ്റ്നസ്. ഇത് നമ്മുടെ ശരീരത്തിൻ്റെ ഫിറ്റ്നസ് കൂടുതൽ ഉണ്ടാക്കും. ദിസ് ക്യാൻ ഓൾസോ ഹെൽപ്പ് ടു റെഡ്യൂസ് ബോഡി പെയിൻ സച്ചസ് ലോവർ ബാക്ക് പെയിൻ. അതായത് നമ്മുടെ ശരീരവേദനയും ബാക്ക് പെയിനും നടുവേദനയും ഒക്കെ മാറ്റും. യോഗ ഇൻവോൾവ്സ് ബ്രീത്തിങ് ടെക്നിക്സ് ആൻഡ് മെഡിറ്റേഷൻ വിച്ച് ക്യാൻ ഹെൽപ്പ് ടു കാം ആൻഡ് മൈൻഡ് ആൻഡ് റെഡ്യൂസ് സ്ട്രെസ് ആൻഡ് ആങ്സൈറ്റി. പിന്നുള്ളത് യോഗ എന്താ ചെയ്യുന്നത്? ബ്രീത്തിങ് ടെക്നിക്കാണ്. പ്രാണായാമം എന്നൊക്കെ നമ്മൾ പറയുന്നത് അതിന് നമ്മുടെ ശരീരത്തിൻ്റെ സ്ട്രെസ്സ് കുറയ്ക്കാൻ, പിന്നെ ആങ്സൈറ്റി, ഭയങ്കര പേടിയും ഭയവും ഒക്കെ ഉള്ളത് കുറയ്ക്കാനും ഒക്കെ സഹായിക്കും. ഇറ്റ് റിലാക്സസ് മൈൻഡ്, ഇംപ്രൂവ് ദ ക്വാളിറ്റി ഓഫ് സ്ലീപ്പ് ആൻഡ് ഇൻക്രീസ് കോൺസെൻട്രേഷൻ. പിന്നെ നമ്മുടെ മനസ്സിന് നല്ല ശാന്തി നൽകും, അതുപോലെ സ്ലീപ്പ്, നല്ല ഉറക്കമുണ്ടാവും, ആൻഡ് കോൺസെൻട്രേഷനും കൂട്ടും. യോഗ ഹാസ് ബീൻ ഷോൺ ടു ബൂസ്റ്റ് ദ ഇമ്മ്യൂൺ സിസ്റ്റം. ഇറ്റ് ക്യാൻ ഇംപ്രൂവ് ഹാർട്ട് ഹെൽത്ത് ബൈ ലോവറിങ് ബ്ലഡ് പ്രഷർ ആൻഡ് ഇംപ്രൂവിങ് സർക്കുലേഷൻ. അതുപോലെ പിന്നുള്ളത് യോഗ നമുക്ക് എന്ത് ഇൻക്രീസ് ചെയ്യാന്നാണ്? ഇമ്മ്യൂൺ സിസ്റ്റം. ഇമ്മ്യൂൺ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രതിരോധ ശേഷിയെ കൂട്ടും. ഇറ്റ് ക്യാൻ ഇംപ്രൂവ് ഹാർട്ട് ഹെൽത്ത് ബൈ ലോവറിങ് ബ്ലഡ് പ്രഷർ ആൻഡ് ഇംപ്രൂവിങ് സർക്കുലേഷൻ. നമ്മുടെ ബ്ലഡ് പ്രഷറൊക്കെ കുറച്ച് കറക്റ്റായിട്ടുള്ള സർക്കുലേഷൻ ഉണ്ടാവും നമ്മുടെ ബ്ലഡിന്. യോഗ ക്യാൻ എയ്ഡ് ഇൻ വെയ്റ്റ് ലോസ് ബൈ ബേണിങ് കലോറീസ് ആൻഡ് മെയിൻറ്റെയിനിങ് ഹെൽത്ത്. അതുപോലെ ഓവർ വെയ്റ്റ് വരാതെ നമ്മുടെ ശരീരഭാരം കുറയ്ക്കാൻ യോഗ സഹായിക്കും. യോഗ പ്രൊമോട്ട്സ് എ സെൻസ് ഓഫ് ഓവറോൾ വെൽബീയിങ്. ഞാൻ ഒറ്റ വാക്കി പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് എല്ലാ രീതിയിലുള്ള നന്മകളാണ് യോഗയിലൂടെ കിട്ടുന്നത്. ദിസ് ഈസ് എ റീസൺ വൈ ദ ബെനിഫിറ്റ് ഓഫ് പ്രാക്ടീസിങ് യോഗ ആർ ഇൻ്റർനാഷണലി റെക്കഗ്നൈസ്ഡ്. അതുകൊണ്ട് തന്നെയാണ് ലോകം മുഴുവൻ ഈ യോഗ റെക്കഗ്നൈസ്ഡ് ആയി അല്ലെങ്കിൽ അംഗീകരിക്കപ്പെട്ടത്. ദ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഓൺ 20th June 2021 ലോഞ്ച്ഡ് ആൻ ആപ്പ് കോൾഡ് ഹു എം യോഗ. അതായത് UN 2021 ഇറക്കിയ ഒരു ആപ്പാണ് എം യോഗ എന്ന് പറയുന്നത്. ദ ആപ്പ് കണ്ടെയ്ൻ ദ കളക്ഷൻ ഓഫ് വീഡിയോസ് ആൻഡ് ഓഡിയോ ഫയൽസ് ടു ടീച്ച് സപ്പോർട്ട് യോഗ പ്രാക്ടീസ്. യോഗ പ്രാക്ടീസ് കിട്ടുന്ന ഒരു ആപ്പാണ് ഈ എം യോഗ എന്ന് പറയുന്നത്. ദ എയിം വാസ് ടു ഈസി ടു യൂസ് ആൻഡ് ഫ്രീ ടൂൾ ഫോർ പീപ്പിൾ അക്രോസ് ദ വേൾഡ് ടു എൻകറേജ് ദം ടു പ്രാക്ടീസ് യോഗ. യോഗ അറിയാത്ത ഒരാൾക്ക് അത് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ അറിയാവുന്ന ഒരു ടീച്ചറിൻ്റെ ആവശ്യമുണ്ടല്ലോ. അപ്പോൾ ഈ ആപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ നോക്കി ചെയ്യാവുന്നതേ ഉള്ളൂ. നമുക്ക് വളരെ ഈസി ആയിട്ട് അവൈലബിൾ ആവും. We can start practicing yoga at a given moment of time. We must remember that when we practice yoga asanas, we do not just stretch the body. ഇനി നമ്മൾ ഈ യോഗ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് എപ്പോൾ വേണേലും അത് സ്റ്റാർട്ട് ചെയ്യാം, ഇന്ന സമയത്തൊന്നൊന്നുമില്ല. പക്ഷേ വെറുതെ നമ്മൾ ബോഡി സ്ട്രെച്ച് ചെയ്യുകയല്ല ചെയ്യുന്നത്. ദ മൈൻഡ് ഹാസ് ടു ബി വിത്ത് ബോഡി. നമ്മുടെ ശരീരം മനസ്സും ഒരുപോലെയാണ് യോഗ ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത്. ദിസ് ഈസ് ദ റീസൺ വൈ ഇറ്റ് ഷുഡ് ബി പ്രാക്ടീസ്ഡ് വിത്തൗട്ട് ഡിസ്ട്രാക്ഷൻസ്. അതുകൊണ്ടാണ് ഒരു ഡിസ്റ്റർബൻസും ഒരു ബുദ്ധിമുട്ടും ശല്യവും ഇല്ലാത്ത രീതിയിൽ വേണം ഇത് പ്രാക്ടീസ് ചെയ്യാമെന്ന് പറയുന്നത്. If each stretch is coordinated with the breath and awareness, our practice will become yogic practice. അങ്ങനെ കറക്റ്റ് നമ്മുടെ ബ്രീത്തും, അതായത് നമ്മുടെ ശ്വാസവും നമ്മുടെ പ്രാക്ടീസും അത് ഒരുപോലെ ആയിട്ട് നമ്മൾ ഒരുമിച്ച് ചെയ്യുമ്പോഴാണ് യോഗ പ്രാക്ടീസ് കറക്റ്റായിട്ട് വരുന്നത്. പിന്നെ നമ്മുടെ സംസ്കൃതത്തിൽ ഒരു വേർഡ് കൊടുത്തിട്ടുണ്ട്, ഒരു സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട്. ബീയിങ് ദ ഫസ്റ്റ് ആക്സസറി ഓഫ് Hatha Yoga, asana is described first. It should be practiced for gaining steady posture, health and weightlessness of the body.
നമ്മുടെ എന്താണ് ഹഠയോഗയിൽ ഫസ്റ്റായിട്ട് പറയുന്ന കാര്യം എന്താണ്, ആസന എന്താണ്. ആസന ഇസ് ഡിസ്ക്രൈബ്ഡ് ഫസ്റ്റ്. ആദ്യം ആസനയാണ് പറയുന്നത്. ഇറ്റ് ഷുഡ് ബി പ്രാക്ടീസ്ഡ് ഫോർ ഗെയിനിങ് സ്റ്റഡി പോസ്ചർ. നല്ല കറക്റ്റായിട്ടുള്ള വടിവൊത്ത പോസ്ചേഴ്സ്. ദെൻ ഹെൽത്ത് ആൻഡ് വെൽനെസ് ഓഫ് ദ ബോഡി. അതുപോലെ നമ്മുടെ ശരീരത്തിനുണ്ട് ആരോഗ്യവും പിന്നെ വെയ്റ്റ്ലെസ്നെസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഭാരം കുറയ്ക്കുകയും നമ്മുടെ ശരീരത്തിന് ഭാരം കുറയ്ക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. റീഡ് ദ പാസേജ് അഗൈൻ, ഫിൽ ദ ബ്ലാങ്ക്സ് വിത്ത്. ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന അനുസരിച്ച് നമുക്ക് മാറ്റാനാണ്, അതായത് ഇതിനകത്ത് ചേർക്കാനാണ്. യോഗ ഈസ് എ പ്രാക്ടീസ് ദാറ്റ് നോട്ട് ഓൺലി ഇംപ്രൂവ് ഫിസിക്കൽ ഫ്ലെക്സിബിലിറ്റി ബട്ട് ഓൾസോ ഇംപ്രൂവ് മെൻ്റൽ ഹെൽത്ത് മാറുന്നുണ്ട്. ആൻഡ് ലീഡ് ടു എ healthier lifestyle. It involves a series of asanas which increase muscular strength. Practicing yoga also leads to a better body and mind, calm and reduce body pain such as lower back. Moreover, the focus on breathing techniques and meditation make mind എന്താ ചെയ്യുന്നത്, calm, lessens and improve the quality of നോക്കിയോ ഒരു പ്രാവശ്യം നമുക്കത് നോക്കാം. മെൻ്റൽ ഹെൽത്ത്, പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്, സെക്കൻഡ് വൺ ലൈഫ് സ്റ്റൈൽ, തേർഡ് വൺ എന്താ പറഞ്ഞിരിക്കുന്നത്, സ്ട്രെങ്ത്, തേർഡ് വൺ. ദെൻ ഫോർത്ത് വൺ എന്താ പറഞ്ഞേ, മൈൻഡ്, ബാലൻസ്, reduces body pain, and moreover the focus on the breathing technique and meditation make mind calm. അഞ്ചാമത്തേത് calm. then ആറാമത്തെ stress, ഏഴാമത്തേത് sleep. ഓക്കെ, അടുത്തത് കുറച്ച് ക്വസ്റ്റ്യൻസറാണ്, അത് നമുക്ക് നോക്കാം. അതായത് വാട്ട് ഈസ് ദ എയിം ഓഫ് യോഗ, യോഗയുടെ എയിം എന്താണ്. യോഗ എയിംസ് ടു യുണൈറ്റ് മൈൻഡ് ആൻഡ് ബോഡി through thought and action and bring harmony between humans and nature, leading a good health and well-being. ഇത് നമ്മൾ പഠിച്ചതാണ്, ലെസൺ വായിച്ചപ്പോൾ ഞാൻ പറഞ്ഞതാണ്. യോഗയുടെ എയിം ഇതൊക്കെയാണ്, അതായത് ശരീരവും മനസ്സും ഒരുപോലെയാകുക, ചിന്തയും പ്രവൃത്തിയും ഒരുപോലെയാകുക, ഈ മനുഷ്യനും പ്രകൃതിയും ഒരുമിച്ച് അവരുടെ ബാലൻസുമാണ് പറയുന്നത്. എക്സ്പ്ലെയിൻ ദ ഐഡിയ ഓഫ് യൂണിറ്റി ഇൻ യോഗ, യോഗയിൽ യൂണിറ്റി എന്നാണ് പറയുന്നതാണ്. The word yoga derived from the Sanskrit word yuj, meaning unite, to unite എന്നുള്ള അർത്ഥമാണ്. The practice of yoga aims to create union between body, mind, spirit through three main practices: postures, breathing and meditation. Postures, breathing, meditation, ഇതിനെല്ലാം ഫലമായിട്ട് നമ്മുടെ ബോഡിക്ക് ഉണ്ടാകുന്ന പീസ്ഫുള്ളായിട്ടുള്ള നമ്മുടെ യൂണിയനാണ്, ശരീരത്തിൻ്റെ യൂണിയനാണ്, ബോഡിയുടെയും മൈൻഡിൻ്റെ യൂണിയനാണ് നമ്മൾ യോഗ എന്ന് പറയുന്നത്. ദെൻ വാട്ട് ഡസ് ലോഞ്ച് ഓഫ് ഹൂ എം യോഗ ആപ്പ് ടെൽ us about. ഇനി ഇമ്പോർട്ടൻസ് ഓഫ് യോഗയെക്കുറിച്ച് എം യോഗ എന്താണ് പറയുന്നതെന്ന് നോക്കാം. എം യോഗ ആപ്പ് മേക്സ് ദ പീപ്പിൾ അവെയർ ഓഫ് ഹൗ ടു സ്റ്റേ ആക്റ്റീവ് ആൻഡ് ഹെൽത്തി ത്രൂ പ്രാക്ടീസിങ് യോഗ റെഗുലർലി. ദിവസവും യോഗ ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് നമ്മുടെ ശരീരത്തിന് എങ്ങനെയാണ് ആരോഗ്യപരമായി ജീവിക്കാൻ പറ്റുന്നതെന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് വാല്യുബിൾ ടു ഫോർ പീപ്പിൾ ഓഫ് ഏജസ് ടു മേക്ക് ഫിസിക്കൽ ആക്ടിവിറ്റി ഓൺ ഇൻറ്റഗ്രൽ പാർട്ട് ഓഫ് ദ ലൈഫ്, റീച്ച് എ ലെവൽ നീഡഡ് ടു പ്രൊമോട്ട് ഗുഡ് ഹെൽത്ത്. നമ്മുടെ ശരീരത്തിന് ഗുഡ് ഹെൽത്ത്, നല്ല ആരോഗ്യം വേണം എന്നാഗ്രഹിക്കുന്ന ഏത് സമയത്തും നമുക്കിത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. എൻകറേജസ് ദം ടു പ്രാക്ടീസ് യോഗ. യോഗയെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് എൻകറേജ് ചെയ്യുവാണ്, നമ്മളെ കൂടുതൽ എന്താ പറയുന്നത്, പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ദ ആപ്പ് ലോഞ്ചഡ് ഹൂ ഓൾസോ ഷോസ് ദ യോഗ റെക്കഗ്നൈസ്ഡ് ഇൻ്റർനാഷണലി യോഗ എന്താ പറയുന്നത് റെക്കഗ്നൈസ് ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ആപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത്.
ഇനി അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ലാസ്റ്റ് ക്വസ്റ്റ്യനിൽ ലോങ് ടൈം എഫക്റ്റ് ആണ് അവർ ചോദിച്ചിരിക്കുന്നത്. ഓവറോൾ ദോസ് ഹു പ്രാക്ടീസ് യോഗ റിപ്പോർട്ട് ലോവർ ലെവൽസ് ഓഫ് സ്ട്രെസ്. അതായത് നമ്മുടെ ശരീരത്തിൽ മൊത്തം യോഗ പ്രാക്ടീസ് ചെയ്താൽ എന്താണ് ഗുണം? സ്ട്രെസ് കുറയുന്നു, ഇൻക്രീസ് ഫീലിംഗ് ഓഫ് ഹാപ്പിനെസ് ആൻഡ് വെൽബീയിങ്. ഹാപ്പിനെസ്സും വെൽബീയിങ്ങും കൂട്ടുന്നു. ദിസ് ഈസ് ബിക്കോസ് കോൺസെൻട്രേറ്റിംഗ് ഓൺ ദ പോസ്റ്റേഴ്സ് ആൻഡ് ബ്രെത്ത് ആക്ട് ആസ് ദ ഫോം ഓഫ് മെഡിറ്റേഷൻ. മെഡിറ്റേഷനിലൂടെ ശരീരത്തിന് നല്ല ബ്രെത്ത് കൺട്രോളൊക്കെ കിട്ടുകയും ചെയ്യുന്നു. ഇനി നമുക്ക് ഒരു അന്താക്ഷരി കളിക്കുകയാണ്. ദ വേർഡ് യോഗയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. ദ നെക്സ്റ്റ് വേർഡ് ദെൻ ബിഗിൻ വിത്ത് എ. യോഗയുടെ അവസാനത്തെ അക്ഷരം എ. അങ്ങനെ നമുക്ക് എത്ര വാക്കുകൾ ഉണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കാം. കുറച്ച് എത്ര വാക്കുകൾ വേണമെങ്കിലും ഉണ്ടാക്കാം. പക്ഷെ നോക്കാം നമുക്ക്. യോഗ, എഗനസ്, ടെർമൈറ്റ്, എലഗൻറ്റ്, ടെനർ, എസെൻഷ്യൽ. കണ്ടോ, ഇതിൻ്റെ ഈ എ ആണ് ലാസ്റ്റ് വന്നത്. അപ്പോൾ ഇവിടെ ആദ്യം എ, ഇത് ടി ആണ് അവസാനം വന്നത്. അപ്പോൾ അടുത്തതിൻ്റെ ടി ആണ് ആദ്യം വന്നേക്കുന്നത്. പിന്നെ ഇ, അങ്ങനെ ഓരോന്നും. എസെൻഷ്യൽ, ലിബർട്ടി, യാർഡ്, ടെംപ്റ്റിംഗ്, ഗ്രേഷ്യസ്, സ്ട്രാറ്റജി. അത്രയുമാണ് പറയുന്നത്. ഇതുപോലെ ഇവിടെ നമുക്കൊരു എന്താ പറയുന്നത്, സർക്കിൾ തന്നിട്ടുണ്ട്. മേക്ക് എസ് മെനി വേർഡ്സ് ആസ് യു ക്യാൻ യൂസിങ് ദ ലെറ്റർ ഷോൺ. യൂസ് ദ ലെറ്റർ എ ഇൻ ഓൾ ദ വേർഡ്സ് ദാറ്റ് യു മേക്ക്. നിങ്ങൾ ഉണ്ടാക്കുന്ന എല്ലാ വാക്കിലും ഒരു എ ഉണ്ടാവണം. നോക്കിയേ, ആറ് ചേർത്ത് എ ഉണ്ട്, എൻ ചേർത്ത് നിയർ, അതിനകത്ത് എ ഉണ്ട്, ഒ ചേർത്ത് ഓർഗൻ, അതിനകത്തും എ ഉണ്ട്, ജി ഗ്രേവി, ദെൻ ഇ ഏൺ, ഇതെല്ലാം എ ചേർത്ത്. പക്ഷേ സ്റ്റാർട്ടിംഗ് ലെറ്റർ ഇവിടെ തന്നിരിക്കുന്ന ലെറ്റർ തന്നെയാണ്. നമുക്ക് ട്രൂ ഓർ ഫോൾസ് ഉണ്ട്, നോക്കാം. യു വിൽ ലിസൺ ടു എ ഗേൾ ടോക്ക് ആൻഡ് പ്രാക്ടീസിങ് യോഗ. ആസ് യു ലിസൺ സെലക്ട് ദ ട്രൂ സ്റ്റേറ്റ്മെൻറ്റ് ഫ്രം ദ ടേബിൾ. ഇനി നമുക്ക് ഒരു പേജ് നമ്പർ 129 ഉണ്ട്. അതിനകത്തിലൊരു എന്താ പറയുന്നത്, ട്രാൻസ്ക്രിപ്റ്റ് കൊടുത്തിട്ടുണ്ട്. അത് കേട്ടിട്ടാണ് നമ്മൾ, അല്ലെങ്കിൽ അത് വായിച്ചിട്ടാണത് നമ്മളിത് പറയേണ്ടത്. ഇതാണ് നമുക്ക് വായിക്കാനുള്ളത്. നമസ്തേ എവരിവൺ, ഐ വിഷ് ടു ഷെയർ യു ഓൾ അബൌട്ട് സിമ്പിൾ യോഗ എക്സസൈസ് വിത്ത് മൈ ഗ്രാൻഡ് ഫാദർ. എൻ്റെ ഗ്രാൻഡ് ഫാദറുമായിട്ട് ഞാൻ ചെയ്യുന്ന സിമ്പിൾ എക്സസൈസിനെ കുറിച്ചാണ് പറയുന്നത്. ഹി ഹാസ് ബീൻ പ്രാക്ടീസിങ് യോഗ സിൻസ് ഹി വാസ് 16 years old. 16 വയസ്സുള്ളപ്പോൾ മുതൽ അദ്ദേഹം അത് ചെയ്യുന്നതാണ്. 65 വയസ്സുകൊണ്ട് അദ്ദേഹം ഇപ്പോഴും ഫിറ്റാണ്, നല്ല ആരോഗ്യമായിട്ടിരിക്കുന്നു. ഐ എം ഷുവർ ദാറ്റ് ദിസ് ഈസ് ദ റിസൾട്ട് ഓഫ് മെനി ഗുഡ് ഹാബിറ്റ്സ്. ഇത് എന്താണ് കാര്യം? എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ ഗുഡ് ഹാബിറ്റ്സ് കൊണ്ടാണ്. ഐ നോ ദാറ്റ് ഈറ്റിംഗ് എ ബാലൻസ്ഡ് ഡയറ്റ് റെഗുലർലി ആൻഡ് മേക്കിംഗ് യോഗ എ പാർട്ട് ഓഫ് ദ ലൈഫ് ഹാവ് ബീൻ 100% എഫക്റ്റ്. നമ്മൾ കറക്റ്റായിട്ടുള്ള ബാലൻസ് ഫുഡും പിന്നെ യോഗയും ചെയ്താൽ നമുക്ക് 100% നമ്മുടെ ലൈഫ് സെക്യൂർ ആണ്, അല്ലെങ്കിൽ ആരോഗ്യമായിട്ടിരിക്കാൻ പറ്റും. When I accompany my grandfather to the park, I see so many people, young and old, doing yoga breathing exercise. ഞങ്ങൾ പാർക്കിൽ പോകുമ്പോൾ കാണാറുണ്ട് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ബ്രീത്തിങ് എക്സസൈസ് ഒക്കെ ചെയ്യുന്നത്. I like doing these exercise whenever I am little worried about inter-house competitions. ഞാൻ ഈ എക്സസൈസുകളൊക്കെ ചെയ്യുന്നുണ്ട്. എനിക്ക് ചില സമയത്ത് ഇൻ്റർ ഹൗസ് കോമ്പറ്റീഷനൊക്കെ വരുമ്പോൾ ടെൻഷൻ ഉണ്ടാകുന്നുണ്ട്. ഐ ഓൾവേസ് റിമെമ്പർ ടു ഡു സം ഓഫ് ദീസ് എക്സസൈസ് ഏർലി മോർണിംഗ് ദാറ്റ് ഡേ. അങ്ങനെയുള്ള ദിവസം ഞാൻ കൂടുതൽ പ്രാക്ടീസുകൾ ചെയ്യാറുണ്ട് രാവിലെ തന്നെ. ഇറ്റ് റിലാക്സസ് മീ ആൻഡ് മേക്ക് മീ ഫീൽ ഫോക്കസ്ഡ് ആൻഡ് കാം. അങ്ങനെ ആ സമയത്ത് എനിക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും കാമായിരിക്കാനും കഴിയുന്നുണ്ട്. ഐ പ്ലാൻ ഓൺ ലേണിംഗ് സം ആസനാസ് ഫ്രം ഗ്രാൻഡ് ഫാദർ ഡ്യൂറിങ് ദ സമ്മർ വെക്കേഷൻ. സമ്മർ വെക്കേഷൻ ആകുമ്പോൾ ഞാൻ കൂടുതൽ ആസനാസ് എൻ്റെ ഗ്രാൻഡ് ഫാദറിൽ നിന്നും പഠിക്കും എന്നാണ് ഈ കുട്ടി പറയുന്നത്. ഇനി നമുക്ക് ആ ട്രൂ ഓർ ഫോൾസ് നോക്കാം. ദ ഗേൾ സീസ് പീപ്പിൾ ഇൻ ദ പാർക്ക് ഡൂയിങ് ബ്രീത്തിങ് എക്സസൈസ്. കുട്ടി കാണുന്നുണ്ടായിരുന്നു എന്താ, പാർക്കിൽ ആൾക്കാർ ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുന്നത്. പിന്നെന്താ, ഹെർ ഗ്രാൻഡ് ഫാദർ ബിഗൻ പ്രാക്ടീസിങ് യോഗ 16 years ago. 16 വർഷം മുമ്പെന്നാണോ പറഞ്ഞത്? അല്ല, 16 വയസ്സ് മുതലെന്നാണ് പറഞ്ഞത് അല്ലേ. അപ്പോൾ അത് ഫോൾസ് ആണ്. ദെൻ ദ ഗേൾ പ്രാക്ടീസ് സം ഈസി യോഗ എക്സസൈസ് വിത്ത് ഗ്രാൻഡ് ഫാദർ. ഗ്രാൻഡ് ഫാദറുമായിട്ട് അവിടെ കുറച്ച് ഈസി എക്സസൈസുകൾ ചെയ്യുന്നുണ്ട്. ദ ഗേൾ പ്രാക്ടീസിങ് ബ്രീത്തിങ് എക്സസൈസ് ടു റിലാക്സ്. യെസ്, അവൾ റിലാക്സ് ചെയ്യാൻ ബ്രീത്തിങ് എക്സസൈസ് ഒക്കെ ചെയ്യുന്നത്. ഗ്രാൻഡ് ഫാദർ ഈസ് ഫിറ്റ് ഈവൻ അറ്റ്
അൺടൈംലി മീൽസ് എന്നല്ല പറഞ്ഞത്, ബാലൻസ്ഡ് ഡയറ്റ് എന്നാണ് പറഞ്ഞത് അല്ലേ. ബാലൻസ്ഡ് ഡയറ്റിൽ അവിടെ ഗ്രാൻഡ് ഫാദർ കറക്റ്റായിട്ട് ഇരിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഹെർ ഗ്രാൻഡ് ഫാദർ റെഗുലർ യോഗ പ്രാക്ടീസ് കെപ്റ്റ് ഹിം സ്ട്രോങ്. അദ്ദേഹം റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ടാണ് സ്ട്രോങ് ആയിട്ട് ഇരിക്കുന്നതെന്ന് പറയുന്നത്. ദ ഗേൾ വിഷസ് ടു ലേൺ ആസനാസ് ഓവർ ദ വീക്കെൻഡിലാണോ പറഞ്ഞിരിക്കുന്നത്? അല്ല, സമ്മർ വെക്കേഷനിൽ ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. സമ്മർ വെക്കേഷനിൽ ചെയ്യാനാണ് പറഞ്ഞത്. ഓക്കെ, നമ്മുടെ ലെസൺ ഇവിടെ തീരുകയാണ്. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ. പുതിയൊരു ലെസണുമായി നമുക്ക് വളരെ പെട്ടെന്ന് കാണാം.